ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഞാനിപ്പോ എവിടെ പോന്നെന്നറിയോ? വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിലേക്കാ. ഞാനും എമിയും ശിബിലേട്ടനും പിന്നെ അനുവും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ അങ്ങേക്ക് പോന്ന അങ്ങന്നൊരു സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അവരെ കാണാനാണ്. അവരെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തത് അവരെത്തുന്നതിന് മുന്നേ വീട്ടിലെത്തി അവര് വരുന്നൊക്കെ ഇൻട്രോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ മിമോൾ ഉറങ്ങാത്തോണ്ട് പ്ലാന് മൊത്തം ഫ്ലോപ്പായി. എമി എണീക്കാൻ ലേറ്റ് ആയി. ഞങ്ങൾ വരുമ്പോ ഇൻട്രോ ഒക്കെ എടുത്ത് നല്ല സെറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു. പക്ഷെ അതും പോയി. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ എണീറ്റ് ചായ കുടിക്കുമ്പോ കാണാൻ അച്ഛൻ വിളിക്കുന്നത് അവരെത്തിന്ന് പറഞ്ഞു. പിന്നെ മൊത്തം ഒരു ഓട്ടപ്പച്ചല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം പോന്നു. ഇതാ ഞങ്ങളുടെ വീട്ടിലെ ഇടയിൽ എത്തിട്ടോ. ഇതാ എല്ലാരും ഞങ്ങളെ കാത്തിരിക്കേനു. ഞങ്ങളെ അല്ല കേട്ടോ, സ്പെഷ്യലായിട്ട് ഞങ്ങളെ എമിമോളെ എല്ലാവർക്കും കാണണ്ടേ. ഇതാട്ടോ ഞങ്ങളെ പ്രിയേച്ചി. വന്ന പാടെ എമിമോളും പ്രിയേച്ചിയും കൂട്ടായി. പിന്നെ എമിമോള് പ്രിയേച്ചിന്റെ അടുത്ത് തന്നെയായിരുന്നു. ഓറഞ്ച് ഷർട്ട് ഇട്ടില്ല, അത് വിനോദായിട്ട്, അതായത് പ്രിയേച്ചിന്റെ ഭർത്താവ്. അപ്പുറത്തുള്ളത് അവരുടെ ഫാമിലി ഫ്രണ്ട്. പിന്നെ ഇത് ഞങ്ങളെ അമ്മമ്മ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതാരാണെന്ന്. കഴിഞ്ഞ വർഷം, അതായത് 2024 എനിക്കും എമിമോക്കും കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് താമസിക്കേണ്ടിയൊക്കെ വന്നത്. അപ്പൊ ഞങ്ങൾ നിന്നത് ഇവരെ വീട്ടിലായിരുന്നു. അന്ന് മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മില്. ഇപ്പൊ ഞങ്ങളൊരു ഫാമിലി പോലെയാ. ഞങ്ങൾ അവർക്ക് സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കിനു. അപ്പൊ ശിവലാടൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പ്ലേറ്റിലേക്കൊക്കെ ഇട്ടിട്ട്, ശിവലാടൻ ഭയങ്കര പ്രൊഫഷണൽ പോലെയാ ബിരിയാണിയൊക്കെ സെറ്റ് ആക്കുന്നത്. കണ്ടില്ലേ? പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് തൊട്ട് സെറ്റായിനു. ഇതെന്റെ അമ്മയും പിന്നെ ഈ പച്ച മിക്സ് ഇട്ടത് എന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ. ഇവിടെ ബിരിയാണി വേറെ എടുത്തേച്ച ഇത് ഞാനിടും. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാം കൂടെ ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആയപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് പ്രിയേച്ചിന്റെ അമ്മയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് ശിവലാടനാട്ടോ വിളമ്പുന്നത്. പ്രിയേച്ചിക്ക് 2 മക്കളുണ്ട്, അച്ചു അമ്മിണി. അവർക്ക് ഇന്ന് വരാൻ പറ്റില്ല. അമ്മിണി വർക്ക് ചെയ്യാണ്, ഡ്യൂട്ടിക്ക് പോകാനുണ്ട്, അതുകൊണ്ടാ വരാഞ്ഞ്. അച്ചുവിന് ക്ലാസ് ഉണ്ടായിരുന്നു, അതാണ് വരാൻ പറ്റാഞ്ഞ് രണ്ടാക്കും. ഇവര് ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പ്രിയേച്ചി ഓരോ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കും, അല്ലാതെ സാധാ ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പൊ എനിക്ക് കൊണ്ടുത്തരുമല്ലോ. പക്ഷെ എനിക്ക് അന്നേരം ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ലേനു. എന്നിട്ട് അമ്മയും ശിവലാട്ടനും അവരൊക്കെ തന്നെയാനും കഴിക്കാറ്. അതിനിടയിൽ ഞങ്ങൾ എമിമോക്ക് ഫുഡൊക്കെ കൊടുത്ത്. ശിബിലേട്ടൻ എന്താരെയാ വിളിക്കുന്നറിയോ? ഇവർക്ക് ഇനി പെരിങ്ങത്തൂർ കൂടെ പോകേണ്ടതുണ്ട്. അപ്പൊ ശിവലേട്ടൻ അത് ഏത് വഴി പോകുന്നതാ എളുപ്പം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കുട്ടാപ്പേട്ടനെ വിളിച്ചു ചോദിക്കുക. അപ്പൊ കുട്ടാപ്പേട്ടൻ ഇങ്ങനെ ഇന്ന സ്ഥലത്തൂടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇതായിട്ടോ എന്റെ അച്ചാച്ചൻ. അപ്പൊ അച്ചാച്ചൻ അവരോടൊക്കെ വർത്താനം പറയാം. അച്ചാച്ചൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ഏട്ടനാണ് കേട്ടോ. അപ്പൊ ഞാൻ അച്ഛൻ്റെ ഏട്ടനൊക്കെ അച്ചാച്ചൻ വിളിക്കുക. അച്ചാച്ചൻ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, അതാ ഭയങ്കര ചിരിയൊക്കെ. ഇതെന്താന്നറിയോ? അവർക്ക് അടുത്തൊരു വീട്ടിൽ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ പോകാനുള്ള വഴി ഞങ്ങൾ എഴുതി കൊടുത്തു. കാരണം അവര് ഇങ്ങോട്ടൊക്കെ വരുന്ന ആദ്യമായിട്ട് അവർക്ക് ഇങ്ങോട്ടുള്ള സ്ഥലമൊന്നും അങ്ങനെ അറിയില്ല. ഏട്ടനും അനിയനും കൂടി എലക്ഷൻ ഒക്കെ ആയില്ലേ. അപ്പൊ എലക്ഷന്റെ ഭയങ്കര ചർച്ചയിലൊക്കെയാ. ഇന്ന് സ്ഥാനാർത്ഥിനെയൊക്കെ പ്രഖ്യാപിച്ചല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് രണ്ടാളും കൂടി. എമിമോള് പിന്നെയും പ്രിയേച്ചിന്റെ അടുത്തായി. അപ്പം പ്രിയേച്ചി ഇങ്ങനെ ഓരോ കഥ ഒക്കെ പറയാ എമീനോട്. പിന്നെ ഞാനും അച്ഛനും ശിവലേട്ടനും അനുവും അച്ചാച്ചനും എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്മ വന്ന് ഇങ്ങനെ വിളമ്പിത്തരുന്നത് വീഡിയോ പിടിക്കുന്നതിന് വീഡിയോയിൽ വരണ്ടിട്ടാണ്. ഇവരൊക്കെ കഴിച്ചു തുടങ്ങി. എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ, എന്റെ സീറ്റാണ് ഇത്. അപ്പൊ ഫുഡൊക്കെ തട്ടട്ടെ. അങ്ങനെ ഇവരൊക്കെ പോവാണ്. പക്ഷെ ഇപ്പൊ പോകുന്നത് ശിവലാടിന്റെ വീട്ടിലേക്കാട്ടോ. അപ്പൊ ഞങ്ങളും ഇവരൊക്കെ ഒരുമിച്ചപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അച്ഛനോടും അമ്മേനോടും അച്ഛനോടും എല്ലാരോടും ഒരു യാത്ര പറയാണ്. വിനോദേട്ടനും അമ്മമ്മയും പ്രിയേശി എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങിയാണ്. വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താന്ന് ഇത്ര കൺഫ്യൂഷൻ? ഞങ്ങൾ രണ്ടാൾ പേരും അനുശ്രീ. അപ്പൊ അനുശ്രീ 1 2 2 ഏതാ 1 ഏതാന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ അതൊക്കെ അങ്ങ് തീർത്ത് വരികയാണ്.
ഞങ്ങൾ അങ്ങേക്ക് പോകണം. അപ്പം പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഏട്ടൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഏട്ടനെ ചേച്ചിനെയൊക്കെ നല്ലോണം അറിയാം, കാരണം ഞങ്ങളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ വന്ന് നിന്നവരൊക്കെ ആണല്ലോ. അപ്പോൾ അവരെ വീട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് അവിടെ സൗമ്യത സ്കൂളിൻ്റെ അടുത്ത് തന്നെ അവരെ വീട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയും വരുമ്പോൾ അവിടെയൊക്കെ കയറാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ശിവലാട്ടിൻ്റെ വീട്ടിലെത്തി. അമ്മ പ്രിയേച്ചിനെ കണ്ടിട്ട് ആകെ ഞെട്ടിയിട്ടുള്ള, കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്രിയേച്ചിനെ കാണുമ്പോൾ ഇങ്ങനെയല്ല, മൂപ്പരിപ്പം വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ലോണം എണ്ണം കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായേ ഇല്ല അമ്മക്ക്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അച്ഛൻ ഇളനീർ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്ക് ഇളനീർ ജ്യൂസും കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാൻ കൊടുത്തു. വഴിയൊക്കെ തിരിഞ്ഞല്ലോ, അപ്പോൾ ഇനിയും വരാലോ, ഇനി അച്ഛനെയും അമ്മിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് വരാലോ എന്നൊക്കെ പറഞ്ഞ് അവർ പോവാണ്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.